ഞാൻ ഒഫീഷ്യൽ കൺസൾട്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് പറഞ്ഞു തന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും വർഷമായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ലിത്വേനിയയുടെ പല യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ തന്നെയും പഠിക്കാത്ത കുട്ടികളെ ലിത്വേനിയ വരെ റിജക്ഷൻ ചെയ്ത് പറഞ്ഞു വിടും. ഇനി നിങ്ങളിത് കാണുന്ന സ്റ്റുഡൻസും പേരൻസ് ശ്രദ്ധിക്കുക. സ്റ്റുഡൻസ് പഠിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഇത്ര സബ്ജക്റ്റിൽ കൂടുതൽ കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവരെ ഡീപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ കുറേ ഫൈൻ അടയ്ക്കണം. ഫൈൻ അടച്ചാൽ തന്നെയും ഈ പറയുന്നത് പോലെ ഇത്ര നമ്പർ ഓഫ് മാർക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ECTS എന്നൊക്കെ പറയും, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സ്റ്റേറ്റ്. അപ്പോൾ ECTS ഗ്രേഡ് ഒന്നും ഇല്ല എങ്കിൽ ഡീപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഡീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ഇന്ത്യക്ക് പോരേണ്ടി വരും. അപ്പോൾ കുട്ടികൾ ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ട് വേറെ യൂണിവേഴ്സിറ്റി കയറാമെന്നൊക്കെ നേരത്തെയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും ഇല്ല. അതും യൂണിവേഴ്സിറ്റികൾ ബാൻ ചെയ്തു. കാര്യം കുട്ടികൾ അവിടെ പോകുന്നത് പഠിക്കാനല്ല, പാർട്ട് ടൈം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് എന്നുള്ളൊരു റോങ് പേര് വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസും പേരൻസ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാവുള്ളൂ.